എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുമയിൽ ജീവിക്കുമ്പോഴും പഴമയെ ഇഷ്ടപ്പെടുന്ന ഒട്ടനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കായിട്ടാണ് ഈ വീഡിയോ. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് വടക്ക് വില്ലേജിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണപ്പിളയത്ത് എന്ന ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത്. പഴയ നാലുകെട്ട് മാതൃകയിലാണ് അതിപുരാതനമായ ഈ തറവാട് നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം കാവും കളരിയും നിലനിൽക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഒട്ടനേകം ആളുകൾ ദീർഘകാലം ഒന്നിച്ച് താമസിച്ചിരുന്ന ഇടമാണ് മണപ്പിളയത്ത് തറവാട്. കുളിരഴകിൽ ഗോരോചനം എഴുതാനണയു നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. പഴയകാല നിർമ്മിതികളുടെ ദൃഢതയും മനോഹാരിതയും ഇവ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു എന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയകാലത്തെ വീടുകളോടൊപ്പം നാം സ്ഥിരമായി കണ്ടുവരുന്ന ഒന്നാണ് കാവുകള്, കുളങ്ങള്. ഇവയൊക്കെ എല്ലാ കാലത്തും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കൊപ്പം നിലനിന്ന് പോന്നിരുന്നവയാണ്. ഈ തറവാടിനോട് ചേർന്ന് തന്നെ ഒരു കളരിയും അതിനോടൊപ്പം വെച്ചാരാധനയുള്ള ഒരു കാവും നിലനിൽക്കുന്നു. ശാസ്ത്രലോകം പ്രകൃതി സംരക്ഷണത്തിന് പ്രധാനമായും ഉദാഹരിക്കുന്നത് ഇത്തരം കാവുകളെയാണ്. വിശ്വാസത്തോടൊപ്പം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇത്തരം കാവുകളുടെ ശാസ്ത്രീയ അടിത്തറ കൂടി നാം തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെയും പരാഗങ്ങളെയും വിവിധ തരം പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും നമുക്ക് ഈ കാവിൽ കാണാൻ സാധിക്കും. മനുഷ്യ നന്മയ്ക്ക് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനേകം ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഇത്തരം കാവുകൾക്ക് സാധിക്കും. ഈ തറവാടിനോട് ചേർന്ന് ഏതാണ്ട് 4ഓളം കാവുകളാണ് നിലവിലുള്ളത്. ഇവിടെ വർഷത്തിൽ 2 തവണ പൂജകൾ നടത്തിവരുന്നു. കുംഭമാസത്തിലെ ആയില്യത്തിലാണ് പ്രധാന പൂജ നടന്നു വരുന്നത്. ചിലമ്പുകൾ ചൊല്ലുന്ന പരിഭവങ്ങളിൽ പ്രേമധാരയൂർന്നുലഞ്ഞ കൗതുകങ്ങൾ. ഇത്തരത്തിൽ പ്രകൃതിയോടിണങ്ങിയ നിരവധിയായ സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി.